ഏറ്റവും കൂടുതൽ റാൻഡം കണ്ടന്റ്സ് വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് ഇൻസ്റ്റാഗ്രാമിലാണ്. എന്തൊക്കെ റാൻഡം കണ്ടന്റാണ് അവരെനിക്ക് കൂടെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല. ചില ലോ ബഡ്ജറ്റ് മേക്ക് ഓവേഴ്സ്, പാട്ട്, ഡാൻസ്, ക്യാമറ ഓണാക്കി വെച്ച ആളുകൾ എന്തൊക്കെയോ കാണിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് കൂടെ സജസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ ഉള്ളൂ, റീൽസ് റിയാക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ റീൽസ് റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബിലീവ് മീ, ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസ് അത് ബ്രെയിൻ റോട്ടെന്ന് പോലും പറയാൻ പറ്റില്ല. വെറും റാൻഡം റീൽസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ക്യാമറ ഓണാക്കി വെച്ച് എന്തൊക്കെയൊക്കെയോ കാണിക്കുകയാണ്. ആർക്കും അറിഞ്ഞൂടാ അവരെന്താണ് കാണിക്കുന്നത്. ഐ സ്വെയർ, ഈ എന്തിരൻ്റെ പാട്ട് എല്ലാ കൂതറ റീൽസിലും ഉണ്ട്. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുണ്ട്, പിന്നെ തേർഡ് വീഡിയോ ചെയ്തപ്പോൾ അതിലും വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. ഇതെനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. പക്ഷെ ഇവ എന്തോന്നാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? വയറല്ല ഓസ എന്നൊക്കെ പാട്ടിലുള്ളത്. അതുകൊണ്ട് അവൻ വീട്ടിൽ കിടന്ന വയറെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് അവൻ്റെ പുറത്ത്. ഇതിവ റോബോട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് കടയിൽ നിന്നൊക്കെ നമുക്ക് കവർ പൊതിഞ്ഞ് തരുമല്ലേ, അതുപോലെ ഉണ്ട്. പൊതിഞ്ഞ് കെട്ടി ചണം കെട്ടി തരുമല്ലേ, അതുപോലെ ഉണ്ട്. ഇതെവിടെ നിന്ന് വന്നടാ ഇത്? ഇതാടാ അവ എഡിറ്റ് ചെയ്ത് വേറെ ആരെയൊക്കെ വീഡിയോ കയറ്റിയിരിക്കുന്നു. അവനെ എന്തൊക്കെയോ കാണിക്കുന്നു, എന്നിട്ട് വഴിയെ പോയവരെയൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ കയറ്റി വെച്ചിരിക്കുന്നു. ഇവനെന്തടാ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? അച്ചാറൂപ്പി നിരത്തി വെച്ചേക്കുന്ന അല്ലേ? രാവണന്റെ 10 തലയാണ്. ശ്വാസം മുട്ടൂലടാ ഈ പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ മുഖത്ത്. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ കാണിക്കുന്ന ഒരു ലൈക്കിന് വേണ്ടി അല്ലേ? ഓക്കെ ബ്രോ രാവണനാണ്, സമ്മതിച്ച്. വീട്ടിൽ കിടന്ന പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് വെച്ച് രാവണനായി. എന്തിനാണ് ഇവിടെ ഈ തീയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്? ലങ്ക ദഹനമാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എങ്കിൽ കൊള്ളാം. ഇത് അൽഫാം ചുടുന്ന പോലെ ഉണ്ട്. ഉള്ള കാര്യം ഞാൻ പറയല്ലേ. ഈ വീഡിയോ മൊത്തം പുള്ളി പല പോസിൽ നിൽക്കുകയാണ് രാവണനായിട്ട്. കണ്ട ഒരെണ്ണത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതെന്തോ പറയാ, ഇത് ഉത്സവത്തിന് കൊണ്ടുവരുന്ന ഫ്ലോട്ടാ. തീയെല്ലാം അണഞ്ഞേട്ടാ, ലങ്ക ചുട്ട് ചാമ്പലായി. എന്തോന്നാണ്? നിങ്ങൾ ശരിക്കും ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ ഒരു രാവണനെ ഉള്ളത് അല്ല, ഇവനൊരു എതിരാളിയും കൂടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഇതാണ് അടുത്ത രാവണൻ. മൂക്കിന് താഴെ ഒരു ചുണ്ട വെള്ളം. പിന്നെ ഇത് രാവണനല്ല, 10 തലയ്ക്ക് വരെ കുറെ തീപ്പൊന്നും എടുത്ത് വെച്ചേക്കുന്നത്. കണ്ട ഫയർ ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ട്. മറ്റവർ റിയാലിറ്റിക്ക് വേണ്ടി പ്ലാസ്റ്റിക് കുപ്പിയെങ്കിലും തലയിലിട്ട് മീശയൊക്കെ വരച്ച് അവൻ കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടിയെങ്കിലും അതിൻ്റെ അകത്ത് ഇരുന്ന്. പക്ഷേ ഇവ അത്ര എഫർട്ടൊന്നും എടുത്തിട്ടില്ല. ഇവൻ കൈ കിട്ടിയ സാധനങ്ങൾ എടുത്ത് തീയും കത്തിച്ചിങ്ങ് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏത് രാവണനാണ് ബെസ്റ്റ്? താഴെ കമന്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേ അൽഫാം ചുടുന്ന പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് എനിക്ക് കണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രനും സൂര്യനൊക്കെ തോട്ടി കിടപ്പുണ്ട്, വേണമെന്നുള്ളൊരു പോയി എടുത്തോണം. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. എന്താ പേര്? രാമൻകുട്ടി. ചിലര് കല്യാണരാമൻ വിളി. കല്യാണരാമനല്ലേ ഇത്? കുമ്മായ രാമൻ. അല്ല, കല്യാണരാമൻ എന്താ ഇവിടെ? എടാ നീ എന്തിനാടാ ഈ പുറത്ത് വെള്ളയൊക്കെ വാരി പൂശിയിട്ട് നിൽക്കുന്നത്? ഓക്കെ, നീ കല്യാണരാമൻ തന്നെ ബ്രോ. നീ ആ വയസ്സായ ദിലീപിന്റെ റോള് തന്നെയാണ് നീ അഭിനയിക്കുന്നത്, നമുക്ക് മനസ്സിലായി. നീ ഈ വെള്ളയൊന്നും പൂശി നിൽക്കേണ്ടടാ. നീ അല്ലാതെ വന്ന് മര്യാദയ്ക്ക് അഭിനയിച്ചാൽ നിന്നെ നമ്മൾ കല്യാണരാമനായിട്ട് അക്സെപ്റ്റ് ചെയ്തോളാം ബ്രോ. പ്ലീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ നമ്മളൊന്ന് ഉറക്കം എണീച്ച് കുറച്ച് നേരം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന റീൽ ഇവൻ വെള്ളയും പൂശി ഇങ്ങനെ നിൽക്കുന്ന കല്യാണരാമൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടായിരിക്കും? ബ്രോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഉള്ള മേക്ക് ഓവറൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഇന്ന് ലിപ്സിങ് ചെയ്താൽ മതി. നമുക്ക് മനസ്സിലാവും ഇത് കല്യാണരാമല്ല, ആ സീനാണ് നീ ചെയ്യുന്നതെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അടുത്ത ഫ്ലൈറ്റ് ലാൻഡിങ് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിനൊരു പാർട്ട് 1 ഉണ്ടായിരിക്കും. ലെജൻഡറി വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് നോക്കാം. എന്തോ കാണിക്കുന്നത്? കൈ പൊക്കുന്നു.
ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെ വരോടെ? ഇത് കുറെ നേരമായി. ഫ്ലൈറ്റ് എവിടെ? എണിച്ച് പോടാ. ഫ്ലൈറ്റ് എന്നും പറഞ്ഞ കുതിരയെ കണക്ക് വരുന്നു. അപ്പൊ ഇത് പാർട്ട് 2 എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിന് ഇനി പാർട്ട് 1 ഉണ്ടാ? എന്തായിരിക്കും പാർട്ട് 1? ഇതിന്റെ ഫ്ലൈറ്റിലായി പാർട്ട് 2 വേറെ ഫ്ലൈറ്റിനെ കാണിക്കൂ പാർട്ട് 1. സോ ഈ വീഡിയോയുടെ പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ആരും കണ്ടൊന്നും കാണത്തില്ല, അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 ഒന്ന് എനിക്ക് അയച്ചതാണ്. എനിക്കത് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ റീസൺസൊക്കെ തപ്പി തുടങ്ങി. എങ്ങനെ അയച്ചു തരാമെന്ന് ചോദിച്ചാൽ, ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മുടെ ചാനലിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലോട്ട് എന്തായാലും മെസ്സേജ് അയക്കാം. ഞാൻ കാണണമെന്നുള്ള റീൽസ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണമെന്നുള്ള റീൽസ് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ഉള്ള റാൻഡം കാര്യങ്ങൾ നമ്മളെ കേരളം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ അവിടേക്ക് ആയിരിക്കും നടക്കുന്നത്. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ റാൻഡം കാര്യങ്ങൾ കാണിക്കുന്ന ഇൻ്റർനാഷണൽ വീഡിയോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കാണിച്ചു തരാം. ആൻഡ് അടുത്തതും ഉണ്ട്. ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഡിറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന മ്യൂസിക്കാണ്. അപ്പോൾ അപ്പൂപ്പന് എഡിറ്റിംഗ് ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അപ്പൂപ്പൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതുവഴി എനിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഇങ്ങനത്തേക്കുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ മാത്രമേ, അതായത് ഈ റാൻഡം കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രമേ ആളുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യുള്ളതാണ്. അല്ല, ലോകമെമ്പാടും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. റാൻഡം കാര്യങ്ങളെടുത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യമില്ലാതെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് ഞാൻ റിയാക്ട് ചെയ്യണമെന്നുള്ള വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് അയച്ചു തരാൻ ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യും. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.